വൈകിട്ട് കല്ലറ തുറന്ന് പുറത്തെടുത്ത ചേർത്തല മുട്ടം സ്വദേശി സജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നുച്ചയോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. തലയോട്ടിയിൽ പൊട്ടലുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തലക്കേറ്റ ക്ഷതം, ആന്തരിക രക്തസ്രാവം എന്നിവയാണ് മരണത്തിന് കാരണമായത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അല്ല താൻ മർദ്ദിച്ചതെന്ന് ഭർത്താവ് സോണി പോലീസിന് മൊഴി നൽകി. എന്നാൽ അതിക്രൂരമായാണ് അച്ഛനമ്മയെ മർദ്ദിച്ചതെന്ന് മകൾ നൽകിയ പരാതിയിൽ പറയുന്നു. ഇതെല്ലാം പരിഗണിച്ച് പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് സോണിക്കെതിരെ കേസെടുത്തു. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താൻ സങ്കീർണതകൾ ഏറെയുള്ള കേസാണിത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സജി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1 മാസത്തോളം ചികിത്സയിൽ തുടർന്നു. പിന്നീടാണ് മരണം സംഭവിച്ചത്. വിശദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനിക്കും. ഒരാഴ്ചയ്ക്കകം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കും. ഭർത്താവ് സോണിയിൽ നിന്ന് സജി ക്രൂരമായ മർദ്ദനമേറ്റിരുന്നുവെന്ന മകളുടെ പരാതിയെ തുടർന്നാണ് മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സജിയുടെ മൃതദേഹം മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.